അതിന് ചിറ്റകൾ കൂടി അഞ്ചപ്പെട്ടിൽ വന്നിരിക്കുകയാണ് ബ്ലോക്കിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചിറ്റിയാടി തിരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ എണ്ണക്കാലം എടുക്കാനായിട്ട് വന്നേ. അപ്പോൾ പച്ചക്കറി തൈ എടുക്കാനായിട്ടോ വന്നേ കേട്ടോ. ചിറ്റ സെറ്റപ്പാട്ടോ തീമാട്ടോ ഇല്ല എന്നെ വന്നിട്ടേ. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൽ കയറി പോണ വഴിയാണ്. ചിറ്റിയാളൊക്കെ വീഡിയോ എടുക്കും കേട്ടോ. അത് നേഴ്സറി പച്ചക്കറി തൈകൾ വിത്തുകൾ. ഇതാണ് ബ്ലോക്കിൽ പോകുന്ന വഴി. പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെൻറ്റർ ചെടിയുടെ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ തൈകൾ. അയ്യോ ചെടിയല്ലോ, പച്ചക്കറി സെക്ഷൻ. വെണ്ട ഇവിടെ എന്നാ ചേച്ചിയുള്ളത്? തക്കാളി, മുളക്, വെണ്ട, പാവല്, പടവലം. കേട്ടില്ല. വീട്ടില് എന്താ തക്കാളി, വെണ്ട, പീച്ചിക്ക, പീച്ചില്, മുളക്, വഴുതന, വെണ്ട. വിലയൊക്കെ എല്ലാ തൈകൾക്കും 3 രൂപ. പാവലും പടവലും 5 രൂപ. 5 രൂപ, ബാക്കി 3 രൂപ. പയറൊക്കെ തൈക്ക് 3 രൂപ. അത് വള്ളിപ്പയറും പാവലും വഴുതനയും മുളകും. പിന്നെ അപ്പുറം തടപ്പാരുണ്ട്. ഇത് വള്ളിപ്പയറാണ്. വള്ളിപ്പയറല്ലേ? അതാണെങ്കിൽ വഴുതനയോ വെള്ള വഴുതനയാ. ഇത് വെള്ള വഴുതനയാട്ടോ. ഇതിനൊക്കെ ഏകദേശം ഒരെണ്ണത്തിന് 3 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ വിത്ത് പാകി ഏകദേശം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും കൊടുക്കാറാവും കേട്ടോ. അപ്പോൾ നല്ല ഗ്രോത്തായിട്ടാണ് നിൽക്കുന്നത്. ഏത് തൈകളാണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് വെയിലെയർ അടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒക്കെ ആയിട്ട് ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. വെയിലെയർ എയർ സർക്കുലേഷനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മുളക് ചേച്ചി, മുളക് സറമുളക്. തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. കപ്പളത്തിൻ്റെ തൈകൾ ഞങ്ങളെ കണ്ട ആരും സബ്സ്ക്രൈബ് ചെയ്യല്ല. നമുക്ക് വേറെ പണിക്ക് വയ്ക്കാം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പയറും പാവലൊക്കെ ഒടിഞ്ഞു തുടങ്ങി കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചോണ്ട് മുളക് തൈയും അതുപോലെ പയർ വിത്തുകൾ കൂടി നേരെ നമ്മൾ മുകളിലെ പറമ്പിൽ കൊണ്ട് നടാൻ പോകണ്ട. കയ്യോടെ അങ്ങ് നട്ടേക്കുവാണെങ്കിൽ ആ പണി. അപ്പോൾ വീടിൻ്റെ നേരെ പുറകിലൂടെ മൊത്തം പുല്ലൊക്കെ വെട്ടി കളഞ്ഞ് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭായിമാരെ കൂട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ നടന്നത്. ഇപ്പോൾ ചിറ്റയാണ്ട് ചകിരിച്ചോറ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇട്ടതിന് ശേഷമാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൈ അവിടെ ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ചകിരിച്ചോറ്. അപ്പോൾ ഇത് കുറേശ്ശെ ഇതിനകത്തോട്ട് ചിറ്റ ഇട്ടിട്ടുണ്ട്. ഓർഗാനിക് മാനുവറും കൂടെ കുറച്ച് ഇതിനകത്തോട്ട് വിതറി ഇടുന്നുണ്ട്. എല്ലാ കുഴിയിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് നടുന്നേരം. ഇവിടെയാ ഇനി നടാണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തത്തിൽ വാരം മാടിയിട്ടുണ്ട്.
ഇവിടെ ഇവിടെ പിന്നെ ദേ ഇവിടെ നടന്നു. അപ്പോൾ ഈ പയറൊക്കെ നട്ട് അത് രണ്ട് ഞാൻ എടുത്തോളാം. അപ്പോൾ പയറും കാര്യങ്ങളെല്ലാം നട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നോക്കാം ബാക്കി മുളയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നനയ്ക്കണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബാക്കിയുള്ളത് പാവലും പിന്നെ അതുപോലെ മുളകിൻ്റെ തയ്യോ അത് ഗ്രോ ബാഗിലാണ് കേട്ടോ നടന്നത്. അപ്പോൾ തൂമ്പ എടുത്താണ് നമ്മൾ കഴിഞ്ഞപ്പോൾ നേരെ പോകാം. അവരിതേ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വിത്തോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം.